അല്ലെ, ഫാസിസം തടസ്സമാകുന്നത് മുസ്ലിമായി ജീവിക്കാനാണ്. മുസ്ലിം അല്ലാതായിക്കൊണ്ട് മുസ്ലിങ്ങൾ മരിക്കാൻ അതിലേക്ക് നയിക്കുന്ന ശക്തി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലിബറലിസം. ഇതിൽ ആണിനെ തേടുന്ന പെൺവികാരവും പെണ്ണിനെ തേടുന്ന ആൺവികാരവും പരസ്പര പൂരകമായ ശരീരപ്രകൃതവും ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാൻ പറ്റും ഈ യുക്തിവാദം അല്ലെ വ്യക്തിവാദം ഈ സ്വതന്ത്ര ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പൈശാചികതയിലേക്കാണ് ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജന്മം കൊണ്ട് തന്നെ ഒരു പട്ടി പട്ടിയും ഒരു പൂച്ച പൂച്ചയും ഒരു കോഴി കോഴിയുമാണെങ്കിൽ മനുഷ്യൻ ജന്മം കൊണ്ട് മനുഷ്യനാവുന്നില്ല. പൂവൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അമ്മക്കോഴി എന്താണ്? അതിൻ്റെ അമ്മക്കോഴി മറ്റു കോഴികളെപ്പോലെ ഒരു കോഴി മാത്രമാണ്. അങ്ങനെയല്ല, ഒരു ആൺ കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അമ്മ കഴുത മറ്റ് കഴുതകളെപ്പോലെ ഒരു കഴുത മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൊന്ത് പ്രസവിച്ച ഉമ്മ കാഴ്ചയിലൊരു സ്ത്രീ മാത്രമാണ്. ശരിയായ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീ മാത്രമാണോ? അല്ല, അത് എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ അതെൻ്റെ ഉമ്മയാണ്. ലിബറലുകൾ പറയുന്നത് കൺസെൻ്റ് ഉണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ അവരുമായിട്ടും എന്ത് ചെയ്യാം, ഇവിടേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മുസ്ലിമായി മരിക്കാൻ തടസ്സം നിൽക്കുന്ന ശക്തി ഏത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നുണ്ട്, ഫാസിസമാണ് എന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാര്യം. അല്ലെ, മുസ്ലിമായി മരിക്കാൻ ഫാസിസം യഥാർത്ഥത്തിൽ ഒരു തടസ്സവുമല്ല. അല്ലെ, ഫാസിസം തടസ്സമാകുന്നത് മുസ്ലിമായി ജീവിക്കാനാണ്. മാത്രമല്ല, ഈ ഫാസിസം എന്ന് പറയുന്ന ശക്തി ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്കാണെങ്കിൽ ഫാസിസം കാരണം ഒരാൾ നരകത്ത് പോകില്ല. ഇത് ഇപ്പോൾ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അതിലൊന്ന്, നമ്മളൊക്കെ മരിക്കുമെന്ന കാര്യമാണ്. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസിസം കാരണം ഒരാൾ നരകത്തിൽ പോകില്ല എന്നുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഗ്യാരണ്ടി പറയാവുന്ന, ഉറപ്പ് പറയാവുന്ന വേറൊരു കാര്യത്തിലും അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഫാസിസം കാരണം നമുക്ക് സ്വർഗത്തിൽ ദറജ വർദ്ധിക്കുക എന്നതല്ലാതെ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തല്ല, മുസ്ലിമായി മരിക്കാൻ അത് തടസ്സമല്ല. പക്ഷേ ഇവിടെ വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അപ്പോൾ മുസ്ലിം അല്ലാതെ മരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം അല്ലാതെ മരിക്കാൻ, മുസ്ലിം അല്ലാതായിക്കൊണ്ട് മുസ്ലിങ്ങൾ മരിക്കാൻ അതിലേക്ക് നയിക്കുന്ന ശക്തി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലിബറലിസം. ഇത് രണ്ടും തമ്മിൽ ഒന്ന് ഇങ്ങനെ നേർക്ക് നേരെ വരുന്ന ഒന്നാണ്. അത് അല്ലെ പല്ലും നഖവുമായി ഭയപ്പെടുത്തുന്ന സ്വഭാവത്തിൽ വരുന്ന ഒന്നാണ്. അതേസമയത്ത് ലിബറലിസത്തിൻ്റെ പ്രത്യേകത അത് അങ്ങനെയല്ല, ഭയപ്പെടുത്തുന്ന സ്വഭാവത്തിലല്ല അത് വരുന്നത്. അത് കളിച്ചും ചിരിച്ചും അല്ലെ ആടിയും പാടിയും അതിങ്ങനെ കടന്നു വന്ന് അതെല്ലാവരിലേക്കും നമ്മളിലേക്കൊക്കെ കടന്നു വന്ന് അത് നമ്മുടെ പൂമുഖത്തും അടുക്കളയിലും അല്ലെ അങ്ങാടിയിലും എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത അത് യഥാർത്ഥത്തിൽ തന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചുകൊണ്ട് അങ്ങനെ അല്ലെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. അല്ല, അത് വിശ്വാസിയായി അല്ലാതെ മരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, അത് ഏതൊക്കെ വഴിയിലൂടെ കടന്നു വരുന്നു, എങ്ങനെ കടന്നു വരുന്നു എന്ന് മാത്രമല്ല അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താണ്. ഇപ്പോൾ നമ്മളിവിടെ തണലാണ് കുടുംബം, ഇത് വ്യാപകമായി യൂട്യൂബിലൂടെയും വ്യത്യസ്ത പ്രഭാഷണങ്ങളിലൂടെയും മറ്റൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ കേവലം ഒരു അടുക്കളക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടിയല്ല, അതിനപ്പുറത്ത് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ മനുഷ്യരായി ജീവിക്കുന്ന ഉണ്ടല്ലോ അതിൻ്റെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്കുള്ള ഒരു സമര പോരാട്ടം എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹം ആ അർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് കേവലം അല്ലെ ഭാര്യയോട് ഭർത്താവ് നന്നായി പെരുമാറണം, ഭർത്താവ് ഭാര്യയോട് നന്നായി പെരുമാറണം, കുട്ടികളെ നന്നായി വളർത്തണം എന്നൊക്കെ പറയുന്ന അതതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അതിനപ്പുറത്ത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്, ചെറിയൊരു വിഷയമല്ല അല്ലേ. ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പറയുന്നതിനുള്ള കാരണം ഇതിങ്ങനെ കടന്നു വരുന്ന, അപ്പോൾ നമുക്കറിയാൻ പറ്റും കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇണകൾ ആയിട്ടാണല്ലോ അത് രൂപപ്പെട്ടു വരുന്നത് വിവാഹത്തിലൂടെയാണ്. മാത്രമല്ല ഒരു കുടുംബം വളർന്ന് വികസിച്ച് വരുന്നതാകട്ടെ
അല്ലേ, വീട്ടിൽ നിന്നുമാണ്. അപ്പോൾ ഈ വീട്, കുടുംബം ഇതൊക്കെ പരസ്പര ബന്ധിതമാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇതൊക്കെ ഭദ്രമാവേണ്ടതുണ്ട്. വീടും ഭദ്രമാവണം, കുടുംബവും ഭദ്രമാവണം. വീട് ഭദ്രമാകണമെങ്കിൽ നമുക്കറിയാൻ പറ്റും, വീടിൻ്റെ പിന്നിൽ അത് പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു എഞ്ചിനീയർ ഉണ്ടാവും. എഞ്ചിനീയർ ആ വീട് എങ്ങനെയാണ് പണിയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ എഞ്ചിനീയർ മനുഷ്യൻ തന്നെയാണ്. എന്നാൽ കുടുംബത്തിൻ്റെ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒന്നുണ്ട്. കുടുംബത്തിൻ്റെ എഞ്ചിനീയർ മനുഷ്യനല്ല. കാരണം ഈ കുടുംബം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭരണഘടനയിലൊന്നും എഴുതി ചേർക്കപ്പെട്ട കാര്യമൊന്നുമല്ല. അത് ഒരു ദൈവികമായ സ്ഥാപനമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ എഞ്ചിനീയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവാണ്, സൃഷ്ടാവാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ എഞ്ചിനീയർ എങ്ങനെയാണോ ഇത് ഉണ്ടാക്കാൻ, നിലനിർത്താൻ പറഞ്ഞത് അങ്ങനെ നിലനിർത്തിയാലേ അത് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിന് എഞ്ചിനീയർ നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടാവും അല്ലേ. അതിൽ സിമൻറ്റ് അല്ലേ, അതിന് മണൽ ഇത്ര, അതിന് കല്ല് അല്ല, അതിനെ നനയ്ക്കൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും പാലിക്കേണ്ടതായ ചില വ്യവസ്ഥകളുണ്ടാവും. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന് വിള്ളലുകൾ വരും. അങ്ങനെയാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ അതിനിങ്ങനെ വിള്ളലുകൾ വരും. ചില ഭാഗം ഇങ്ങനെ പൊളിഞ്ഞ് കിടന്ന അവസ്ഥ ഉണ്ടാവും. കാരണം ഇവിടെ നമ്മൾ തോന്നിയതുപോലെ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ സംഭവിക്കുക അങ്ങനെയാണ്. ഇതിന് മാത്രമല്ല, ഇത് കുടുംബത്തിനും ബാധകമാണ്. ഈ കുടുംബത്തിൽ വിള്ളൽ വരും, അതിങ്ങനെ പൊളിഞ്ഞ് ചാടലൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഈ പറയുന്ന അതിൻ്റെ എഞ്ചിനീയർ പറഞ്ഞു തന്ന, നിശ്ചയിച്ച് തന്ന ചില അനുപാതങ്ങളുണ്ട്. ഓരോ കാര്യത്തിലും ചില വ്യവസ്ഥകളുണ്ട്. അതിനെ തറക്കല്ലിടുന്നിടത്ത് മുതൽ തുടങ്ങുന്നുണ്ടത്. ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യതിചാനം തുടങ്ങിയാൽ പിന്നെ ആ കുടുംബത്തെ ഭദ്രമായി നമുക്ക് കെട്ടിപ്പൊക്കാൻ കഴിയാതെ വരും, അത് നിലനിർത്താൻ കഴിയാതെ വരും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതൊരവസ്ഥ വളരെ വ്യാപകമാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയാൽ സംഭവിക്കുക, കുടുംബം പോയാൽ പിന്നെ സംഭവിക്കുക മനുഷ്യ സമൂഹം തന്നെ യഥാർത്ഥത്തിൽ അല്ല, മനുഷ്യൻ തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാതാവുക എന്നുള്ളതാണ്. കാരണം അത് അത്രത്തോളം എന്താണ് പരസ്പര ബന്ധിതമായ, അതൊരു മനുഷ്യൻ രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിനീയർ നിശ്ചയിച്ച് തന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു എഞ്ചിനീയർ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ല, വിശുദ്ധ ഖുർആൻ ശരിക്ക് മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ച കാര്യത്തെ, കാരണം അതിൽ നിന്നാണല്ലോ കുടുംബം രൂപപ്പെട്ട് വരുന്നത്, അതിനെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു അസ്തിത്വത്തിൻ്റെ ഒരു അദൃശ്യ ഒരു സൃഷ്ടാവിൻ്റെ ഒരു സാന്നിധ്യത്തെ മനുഷ്യൻ എളുപ്പത്തിൽ മനസ്സിലാകുന്ന അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബം എന്ന് പറയുന്നത്. ഒരാസൂത്രകനെ ഇങ്ങനെ കാണും അതിനെങ്ങനെ വിശകലനം ചെയ്താൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആണിനെ കണ്ടുകൊണ്ട് പെണ്ണിനെ പെണ്ണിനെ കണ്ടുകൊണ്ട് ആണിനെ ആണിനെ തേടുന്ന പെൺവികാരവും പെണ്ണിനെ തേടുന്ന ആൺവികാരവും പരസ്പര പൂരകമായ ശരീരപ്രകൃതവും ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും തീരുമാനിക്കുന്നതല്ല. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനെന്തുണ്ട്, രണ്ട് ഇതുങ്ങളുണ്ട്. ഒന്ന് ഇണചേരലാണ്, ലക്ഷ്യമുണ്ട് അതിൻ്റെ പിന്നിൽ. ഇണചേരൽ എന്ന ഒരു ഉദ്ദേശം ആണിനും പെണ്ണിനും ജനിക്കുന്നതിന് മുമ്പ് അവർ സ്വയം തീരുമാനിക്കില്ല, പക്ഷെ അവരുടെ പ്രകൃതിയിൽ അതുണ്ട്. അങ്ങനെ ഒരു താല്പര്യം അവരിലുണ്ട്. പക്ഷെ ആ താല്പര്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഘടനാപരമായ ശാരീരികമായ അവസ്ഥ, ഏത് വൈകാരികമായ അവസ്ഥ മാത്രം പൊരുത്തപ്പെട്ടാൽ പോരാ, ശാരീരിക അവസ്ഥയും പൊരുത്തമാകേണ്ടതുണ്ട്. ഇത് പക്ഷേ ആണും പെണ്ണും കൂടി ആലോചിച്ച് തീരുമാനിക്കുന്ന ഒന്നല്ല. പക്ഷെ അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ക്രമം. അത് വളരെ അത്ഭുതകരമാണ് അതിൻ്റെ ആ ഒരു ക്രമം എന്ന് പറയുന്നത്. ഇണചേരലിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വംശവർദ്ധനവാണ്. ഇതും ആണും പെണ്ണും കൂടി തീരുമാനിക്കുന്ന ഒന്നല്ല. അങ്ങനെയല്ല. അപ്പോൾ ഇണചേരൽ വംശവർദ്ധനവെന്ന ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ടെന്ന ഒരു ലക്ഷ്യം, ഇതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഒരു സൃഷ്ടി പ്രക്രിയ ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മുൻ പ്ലാനിങ്, ഒരു മുൻ ആസൂത്രണം ആവശ്യമാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു ആസൂത്രകനില്ലാതെ ആസൂത്രണം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രകൻ ഉണ്ടെന്ന ഒരു യാഥാർത്ഥ്യത്തെ മനുഷ്യൻ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണെന്ത്, ഈ പറയുന്ന ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ. അതെല്ലാ കാര്യത്തിലും ഉണ്ട്, മനുഷ്യൻ്റെ ഒരു കാര്യത്തിൽ മാത്രമല്ല. ഓരോ കാര്യങ്ങൾ മറ്റ് ജീവജാലങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ നിന്ന് മുതൽ മനുഷ്യനെ തന്നെ എടുത്തു നോക്കിയാൽ ഓരോ കാര്യത്തിൽ, ഇപ്പോൾ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങൾ, ഇപ്പോൾ ഉണ്ടല്ലോ, വലത് കൈയിനെ കണ്ടുകൊണ്ടാണ് ഇടത് കൈയിനെ സൃഷ്ടിക്കുന്നത്. ഇത് രണ്ടൊരു അവസ്ഥയിലല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗപ്പെടില്ല അല്ലേ. വലത് കണ്ണ് കണ്ടുകൊണ്ടാണ് ഇടത് കണ്ണിനെ, വലത് കാലിനെ കണ്ടുകൊണ്ടാണ് ഇടത് കാലിനെ. എങ്ങനെ ഉണ്ടല്ലോ, എല്ലാത്തിനും ഉണ്ട് ഈ പറയുന്നത്. അതൊക്കെ പരസ്പര പൂരകമാണ്, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസൂത്രണം ഉണ്ടാവണമെങ്കിൽ ആസൂത്രകൻ ഉണ്ടാകണം. ഈ ആസൂത്രകൻ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതെന്ത് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അതേ സമയത്ത് അങ്ങനെ ഒരു ആസൂത്രകൻ്റെ സാന്നിധ്യത്തെ തന്നെ
നിഷേധിച്ചുകൊണ്ടുള്ള, അങ്ങനെയാണ് യുക്തിവാദം, വ്യക്തിവാദം, ലിബറൽ കാഴ്ചപ്പാടിലേക്കൊക്കെ അങ്ങനെയാണ് ഇത് പോകുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അതിങ്ങോട്ട് വികാസം പ്രാപിച്ച് വരുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ മതമായിട്ടാണ് മാറുന്നത്. ഇത് ഒന്ന് ഈ ശക്തിയെ തന്നെ, വ്യക്തിയുടെ മുകളിൽ ഒരു ശക്തി ഉണ്ടെന്നതിനെ തന്നെ നിരാകരിക്കുക, എന്നിട്ട് വ്യക്തി സർവതന്ത്ര സ്വതന്ത്രൻ എന്ന് മാത്രമല്ല അത് ഒരു മതമായി മാറുകയാണ്. ആ മതത്തിൽ ആരാണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിയാണ് അവിടുത്തെ ദൈവം. അങ്ങനെ ഉണ്ടല്ലോ. വ്യക്തിയാണ് ദൈവം, വ്യക്തിയുടെ ഇച്ഛകളാണ്, ആഗ്രഹങ്ങളാണ് എന്ത് അവിടുത്തെ. മാത്രമല്ല അവിടുത്തെ അതിനൊരു മാർഗമുണ്ട്. അതിൻ്റെ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നാണ്. അതിനൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ പരമാവധി സുഖിക്കുക എന്നുള്ളതാണ്. സുഖസിദ്ധാന്തം വരെ അതിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിങ്ങനെ വിശകലനം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം, സർവതന്ത്ര സ്വതന്ത്രനാണ്. അവർ ഒരുപാട് അവകാശങ്ങളുണ്ട്, അല്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ അവൻ്റെ അവകാശങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ എന്താവേണ്ടതുണ്ട്, ആർക്കും എങ്ങനെയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സർവതന്ത്ര സ്വതന്ത്രൻ. മാത്രമല്ല മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന വെച്ചാൽ എൻ്റെ ശരീരം ഇതെൻ്റേതാണ്. അതുകൊണ്ട് ഇല്ലേ, ഞാൻ എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ ആരായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ തന്നെ ആയിരിക്കും. ആ വിഷയത്തിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല. മാത്രമല്ല അങ്ങനെയുള്ള എൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ചുമതലയാണ് ആർക്കുള്ളത്, ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രം, വേറൊരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. മാത്രമല്ല അങ്ങനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറൽ കാഴ്ചപ്പാടിൻ്റെ ഒരു മുഖ്യമായ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ അല്ലെ മതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രരാക്കുക. ഇങ്ങനെയാണ്. ഇതിൽ നിന്നൊക്കെ അവരെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ്. ഒരു പക്ഷേ ഈ കുറച്ച് മുമ്പ് ഈ കാതൽ സിനിമ സംവിധായകൻ ഒരു സന്ദർഭത്തിൽ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഉള്ളൊരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് കണ്ട് ഒരു കുടുംബമെങ്കിലും തകർന്നാൽ ഞാൻ അതിൽ വിജയിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തെ തകർക്കൽ എന്ന് പറയുന്നത് വലിയ അജണ്ടയായിട്ട് കൂടിയാണ്. കാരണം അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് എന്താണ്, എതിരാണ്, തടസ്സമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, മുക്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ യഥാർത്ഥത്തിൽ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് വിടുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട് ഒരു മതം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, അറഅയ്ത മനിത്തഹദ ഇലാഹഹു ഹവാഹ്, ഈ ദേഹേച്ഛകളെ ദൈവമാക്കുന്നവരെ താങ്കൾ കണ്ടുപോകുന്നു. ആ കൂട്ടരാണത്. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇച്ഛ ഉണ്ടല്ലോ അതിനനുസരിച്ച് ജീവിക്കുക, ഇച്ഛയ്ക്കടിപ്പെട്ട് ജീവിക്കുക മനുഷ്യൻ എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ അതിനെന്തുണ്ട്, മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവനെ എല്ലാ തലത്തിലും അവനങ്ങോട്ട് സ്വതന്ത്രമാക്കി. ഇത് പറയുമ്പോൾ തോന്നുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അങ്ങോട്ട് സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ അല്ലേ, അത് തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും, കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖിക്കുക, പരമാവധി അല്ലേ, സുഖം എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അത് എൻ്റെ ഒരു തോതനുസരിച്ച് ഒരു കർമ്മത്തെപ്പോലും സമീപിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന സുഖത്തിൻ്റെ തോത് അതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ. ശരിതെറ്റുകൾ നിർണ്ണയിക്കുന്നിടത്ത് പോലും ഇത് മാനദണ്ഡമാക്കി വെച്ചുകൊണ്ടാണ് ഈ കാഴ്ചപ്പാട് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്ന് നമുക്കറിയാൻ പറ്റും ഈ യുക്തിവാദം അല്ലെ വ്യക്തിവാദം, ഈ സ്വതന്ത്ര ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനിതിങ്ങനെ കൊണ്ടുപോയിട്ട് എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലേ, എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും മനുഷ്യൻ അങ്ങോട്ട് മുക്തമാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായി സുഖമാകും എന്ന് വിശ്വസിക്കുന്ന അതിൽ പെട്ടുപോകുന്ന മനുഷ്യർ ഒടുവിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ഒരു രണ്ട് ദമ്പതികൾ ഒരു കടപ്പുറത്ത് പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, ഈ പട്ടം ഇങ്ങനെ പറന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയോട് ചോദിക്കുകയാണ്, അല്ലടി ഈ ചരടിൻ്റെ റോൾ ഈ പട്ടം പറക്കുന്നിടത്ത് അതെന്താണ്? അപ്പോൾ ഭാര്യയുടെ മറുപടി, ആ പട്ടത്തിന് സ്വതന്ത്രമായി പറന്നു പോകുവാൻ അത് തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം തിരുത്തും, അല്ലടി യഥാർത്ഥത്തിൽ അത് ആ പട്ടത്തിന് ദിശ തെറ്റാതെ ശരിയായി പറക്കുന്നതിന് ഉള്ള ഒരു നിയന്ത്രണം എന്ന അർത്ഥത്തിൽ അത് എന്താണ്, ആ പട്ടം ഒരു വലിയ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഭാര്യ അതിനെ പുച്ഛത്തോടു കൂടി ആ മറുപടി എന്ത് ചെയ്യുന്നു, തള്ളിക്കളയുന്നു. ഉടനെ തന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ചരട് അങ്ങോട്ട് മുറിച്ച് കളയുന്നു. ആ മുറിച്ച് കളയുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് ആ പട്ടം സ്വതന്ത്രമാകുന്നു. അങ്ങനെ ഉണ്ടല്ലോ, അത് സ്വതന്ത്രമായി അങ്ങോട്ട് പറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്വാതന്ത്ര്യം ഒരു ഭാരമായിട്ട് മാറുന്നു. സ്വാതന്ത്ര്യം ഒരു ഭാരമായി മാറും.
അങ്ങനെ അത് തലകീഴായി തലകുത്തി വീണ് ആ സാഗരത്തിൽ നശിച്ചില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സംഭവിക്കുന്ന ഈ ചരട് മുറിക്കലാണ്. ഈ ചരട് മുറിക്കുന്നതോടുകൂടി പിന്നെ സംഭവിക്കുക മാനവ സമൂഹം തന്നെ തലകീഴായി നശിച്ചില്ലാതാവുക എന്നതാണ് സംഭവിക്കുക. അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഇവർ സമീപിക്കുന്നതിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ആരാണ് മനുഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുഗങ്ങളോളം പരിണാമത്തിന് വിധേയമായി വാല് നഷ്ടപ്പെട്ടു പോയ ജന്തുവാണ് മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ബാക്കി എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകാവുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറുതല്ല. മനുഷ്യനെ സമീപിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല് നഷ്ടപ്പെട്ടു പോയ ജന്തുവാണ് മനുഷ്യൻ. അപ്പോൾ പിന്നെ മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിൽ എന്തില്ല എന്ന് മാത്രമല്ല, അവർ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം കാഴ്ചപ്പാടുകളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെ പിന്നെ ഇപ്പോൾ വളരെ ജനകീയമായ ഒരു സിനിമാ ഗാനമാണെന്ത് അല്ലെ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഇത് പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, കൂടെയുറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പക്ഷിമൃഗാദികൾ ധാരാളം ജീവജാലങ്ങളുണ്ട്, ഇവരൊക്കെ ജീവിക്കുന്നുണ്ട്, ഇവരൊന്നും കല്യാണം കഴിക്കുന്നില്ലല്ലോ, വേളിയും വിവാഹമൊന്നും ഇവർക്കിടയിലില്ല. അങ്ങനെ ഉണ്ടല്ലോ. എന്നിരിക്കെ നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഈ കല്യാണം നിക്കാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പഴഞ്ചനും അന്ധവിശ്വാസങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മുക്തമാക്കുകയാണ്. അങ്ങനെ വിവാഹത്തിൽ നിന്ന് മുക്തമാക്കി യഥാർത്ഥത്തിൽ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന അതിന് പ്രകൃതിയിൽ നിന്ന് തന്നെ ഉദാഹരണം തേടുകയാണ്. പക്ഷേ ഇതിൽ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ ആരാണത് പറഞ്ഞത് വേളി കഴിക്കുന്നില്ലെന്ന്? വേളി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നിയമത്തിന് വിധേയമാവലാണ്. പക്ഷിമൃഗാദികളൊക്കെയും എന്താണ്? നിയമങ്ങൾക്ക് വിധേയമാണ്. ഇണ ചേരുന്നിടത്തും ഇര തേടുന്നിടത്തും ഒക്കെ നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികളുടെ നിയമങ്ങൾ അത്ഭുതകരമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അതായത് വിശപ്പടങ്ങിയ ഒരു സിംഹവും രണ്ടാമതൊരു മുയലിനെ വെറുതെ കൊന്നിടൂല, ഒരു പുലിയും രണ്ടാമതൊരു മാനിനെ വെറുതെ വേട്ടയാടുന്നൊരവസ്ഥ എന്നുവെച്ചാൽ ഇര തേടുന്നിടത്തും ഉണ്ട്. അത് മാത്രമല്ല ഇണ ചേരുന്നിടത്തുമുണ്ട്. ഇണ ചേരുന്നിടത്ത് അവയ്ക്കിടയിൽ എന്തുണ്ട്? ചില ജീവികൾക്കിടയിലൊക്കെ സീസൺ വരുന്നുണ്ട്. ഇപ്പോൾ നായ്ക്കൾക്കിടയിലൊക്കെ കന്നിമാസം എന്ന് പറയുന്നൊരു സീസൺ ഉണ്ട്. ഇതാണ് ഈ വേളി എന്ന് പറയുന്നത്. നിയമത്തിന് വിധേയമാവലാണ് അല്ലേ. ഗർഭിണിയായ ഒരു പശുവുമായിട്ടൊരു കാള എന്ത് ചെയ്യുന്നില്ല? ഇണ ചേരുന്നില്ല. കാരണം അവിടെ ഒരു നിയമമുണ്ട്. ഇത് അവരുടെ ലോകത്ത് സൃഷ്ടാവായ ദൈവം അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ തന്നെ നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. അതനുസരിച്ചാണ് അവ ജീവിക്കുന്നത്. അങ്ങനെയാണല്ലോ. മനുഷ്യർക്കിടയിൽ പക്ഷെ അങ്ങനെയല്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്ന്, മനുഷ്യനിങ്ങനെ അനിയന്ത്രിതമായി പോകുന്നതോടുകൂടി സംഭവിക്കുന്നത് ഇപ്പോൾ എയ്ഡ്സ് പോലെയുള്ള വ്യത്യസ്തമായ ലൈംഗിക രോഗങ്ങൾ അടക്കം അതിൻ്റെ ഒരു ഭാഗം. മറുഭാഗത്ത് സംഭവിക്കുന്നതോ വ്യഭിചാരം എന്ന് പറയുന്നത് അതിൻ്റെ വാതിൽ തുറക്കുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് സ്ത്രീ പീഡനത്തിൻ്റെ ഒരു ഗർത്തം അവിടെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു 3-4 ഈച്ചകൾ കൂടിയിട്ട് ഒരു പെണ്ണീച്ചയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു 4 ആൺപൂച്ചകൾ കൂടിയിട്ട് ഒരു പെൺപൂച്ചയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുന്ന ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ഇല്ല. പുലികൾ, കണ്ടാമൃഗങ്ങൾ ഇല്ല, ഒരു ജീവികളും അത് ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യൻ മുലപ്പാൽ മണം പറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ 60 കഴിഞ്ഞ വൃദ്ധകളെ വരെ പിച്ച് ചീന്തി കെട്ടിത്തൂക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന ഇതിന് നമ്മൾ പറയുക മൃഗീയത എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, മൃഗങ്ങളത് ചെയ്യുന്നില്ല. അത് മൃഗീയതയല്ല, പൈശാചികതയാണ്. അപ്പോൾ മനുഷ്യൻ ഈ വിഷയത്തിൽ ചില ധാർമ്മികത പാലിച്ചില്ലെങ്കിൽ പിന്നെ സംഭവിക്കുക മൃഗമാവുകയല്ല, പിന്നെ പിശാചാവുകയാണ് ചെയ്യുക. ഈ പൈശാചികതയാണ് ഇന്ന് ലോകത്ത് എന്ത് ചെയ്യുന്നത്. ഈ പൈശാചികതയിലേക്കാണ് ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ മൃഗമായി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതേസമയത്ത് മനുഷ്യൻ പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷിമൃഗാദികളെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു കഴുതയ്ക്ക് അറിയാലോ എങ്ങനെയാണ് കഴുതയായി ജീവിക്കേണ്ടതെന്ന്. ഒരു പട്ടിക്ക് അറിയാം പട്ടിയായിട്ട് എങ്ങനെ ജീവിക്കേണ്ടത്. ഒരു പൂച്ചയ്ക്ക് അറിയാം പൂച്ചയായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജന്മം കൊണ്ട് തന്നെ ഒരു പട്ടി പട്ടിയും ഒരു പൂച്ച പൂച്ചയും ഒരു കോഴി കോഴിയുമാണെങ്കിൽ മനുഷ്യൻ ജന്മം കൊണ്ട് മനുഷ്യനാവുന്നില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നമുക്കറിയാൻ പറ്റും. ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലെ ഉത്തരഗംഗാതടത്തിലെ ഒരു വന്യജീവി സങ്കേതത്തിൽ നിന്ന് കുരങ്ങുകൾ വളർത്തിയ ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പം നെറ്റിലടിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. എങ്ങനെയോ കുരങ്ങുകളുടെ കയ്യിൽപ്പെട്ട് ഈ കുട്ടി അവരാണ് വളർത്തിയത്. പിന്നെ ആ കുട്ടിയെ കിട്ടിയതിന് ശേഷം ആ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ശരീരപ്രകൃതം ഒക്കെ മനുഷ്യൻ്റേതാണ്. അങ്ങനല്ല, പ്രകൃതം മനുഷ്യൻ്റേതാണ്, ശരീരപ്രകൃതം. പക്ഷേ കുട്ടിയുടെ പെരുമാറ്റങ്ങൾ, ചേഷ്ടകൾ, ഇടപെടലുകൾ ഇതൊന്നും മനുഷ്യൻ്റെ സ്വഭാവത്തിലല്ല. ഭക്ഷണം കഴിക്കുന്നത് വരെ
അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ആ കുട്ടിയെ ചികിത്സിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചത്? അപ്പം നമ്മൾ മനുഷ്യൻ വളർത്തുന്ന ഒരു കോഴിക്കുട്ടി പൂർണ്ണ കോഴിയായി വളരും. മനുഷ്യൻ വളർത്തുന്ന ഒരു കഴുതക്കുട്ടി പൂർണ്ണ കഴുതയായിട്ട് വളരും. മനുഷ്യൻ വളർത്തുന്ന ഒരു കുരങ്ങിൻ്റെ കുട്ടി പൂർണ്ണ കുരങ്ങായിട്ട് വളരും. പക്ഷേ കുരങ്ങുകൾ വളർത്തിയ മനുഷ്യക്കുട്ടി മനുഷ്യപ്രകൃതത്തിൽ വളർന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ജന്മം കൊണ്ടല്ല മനുഷ്യനാവുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ജന്മം കൊണ്ടല്ല മനുഷ്യനാവുന്നത്. മറ്റതൊക്കെ ജന്മം കൊണ്ട് തന്നെ അതെന്താണോ അതങ്ങനെ തന്നെ. പക്ഷെ മനുഷ്യനാകുന്നത് ജന്മം കൊണ്ടല്ല. അവനെ മനുഷ്യനാക്കാൻ അതിന് വേണ്ട നിയമനിർദ്ദേശങ്ങളാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുള്ളത്. ജനിച്ച പാട് ജീവിച്ചാൽ മനുഷ്യനാവൂല. അങ്ങനെ ഉണ്ടല്ലോ, ജനിച്ച പാട് ജീവിച്ചാൽ മനുഷ്യനാവൂല. മനുഷ്യനാക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ സാൻമാർഗിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നൽകിയിട്ടുള്ളത്. അത് മനുഷ്യൻ പാലിക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇത് മനുഷ്യന്, അത് ഇപ്പോൾ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ അത്ഭുതം തോന്നുന്ന വിധമാണ് ആ നിയമങ്ങളുടെ ഒരു മനുഷ്യനാക്കുന്നിടത്ത്. മൂത്രമൊഴിക്കുന്നിടത്ത് മുതൽ പക്ഷിമൃഗാദികളൊക്കെ മൂത്രമൊഴിക്കും, അത് നേച്ചറാണ്. പക്ഷേ മൂത്രമൊഴിക്കുന്നതിൽ ചില മര്യാദകളുണ്ട്, അതാണ് കൾച്ചർ, അതാണ് മനുഷ്യനാക്കുക. അതുണ്ടല്ലോ, അതിൽ പറഞ്ഞ ചില മര്യാദകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അതിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാവും. പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനാകുന്നത് ജന്മം കൊണ്ടല്ല. അതിന് പകരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ആയിട്ട് തന്നെ ചില സാൻമാർഗികവും മറ്റുമായിട്ടുള്ള നിയമങ്ങൾ നിർബന്ധമാണ്. അതില്ലെങ്കിൽ മനുഷ്യനാവാൻ കഴിയില്ല. അങ്ങനെ പ്രവാചകന്മാരിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളുണ്ടല്ലോ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ലക്ഷത്തിൽ പരം അവരിലൂടെ പഠിപ്പിക്കപ്പെട്ട ധാർമ്മിക അധ്യാപനങ്ങളാണ് ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ഏറിയും കുറഞ്ഞും ധാർമ്മികത എന്ന പേരിൽ നിലനിൽക്കുന്നത്. ഇതിനെയാണ് ഇന്ന് ലിബറൽ കാഴ്ചപ്പാടുകളിലൂടെയും മറ്റും പൊളിച്ചു കളയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പൊളിച്ചു കളയുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം, ഈ പക്ഷിമൃഗാദികളുടെ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത് കാഴ്ചയിലൂടെയാണ്. എന്നാൽ മനുഷ്യൻ ജീവിക്കേണ്ടത് കാഴ്ചയിലൂടെയല്ല, ശരിയായ കാഴ്ചപ്പാടിലൂടെയാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പക്ഷിമൃഗാദികൾ ഇണചേരും. അവർ ഇണചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, പിന്നെ അവയുടെ ഒരു പ്രകൃതമനുസരിച്ച് പിന്നെ അതൊരു കുടുംബമായി നിലനിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അവർ ഇണചേർന്ന് കുടുംബമായി ഇതൊക്കെ കഴിഞ്ഞ് ഇര തേടേണ്ട സമയമായാൽ എന്ത് സംഭവിക്കുന്നു? കോഴികളൊക്കെ കുട്ടികളെ കൊത്തിയാട്ടും. അങ്ങനെയാണല്ലോ. പക്ഷിമൃഗാദികളൊക്കെ തന്നെ ഇര തേടാൻ പ്രായമായാൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, പിന്നെ അവിടെ എന്തില്ല, അമ്മയും അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും ആങ്ങളെയും പെങ്ങളും ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാരണം അതിൻ്റെ ആവശ്യം അവർക്കില്ല, കൊത്തിയാട്ടി പിരിയാണ്. അങ്ങനെ വരുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് എന്താണ്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതമാണ്. അങ്ങനെ വരുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത്, ഒരു പൂവൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അമ്മക്കോഴി എന്താണ്? അതിൻ്റെ അമ്മക്കോഴി മറ്റു കോഴികളെപ്പോലെ ഒരു കോഴി മാത്രമാണ്. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണത്. അങ്ങനെയല്ലോ, ഒരു ആൺ കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അമ്മ കഴുത മറ്റ് കഴുതകളെപ്പോലെ ഒരു കഴുത മാത്രമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ മറ്റ് കഴുതകളുമായിട്ട് എങ്ങനെയാണോ ഇടപെടുക, എന്തൊക്കെയാണോ ചെയ്യുക, അതിൽ യഥാർത്ഥത്തിൽ എന്തില്ല, പ്രത്യേകിച്ച് സാൻമാർഗികമോ സദാചാരപരമായോ വേറൊരു നിയമമോ അവർക്ക് ഇല്ല, ബാധകവുമല്ല. എന്നാൽ മനുഷ്യൻ്റെ കാര്യം എങ്ങനെ? ഇര തേടാൻ പ്രായമായാൽ മക്കളെ പിരിച്ചുവിടുന്ന പരിപാടി ആർക്കില്ല? മനുഷ്യൻ യഥാർത്ഥത്തിലില്ല. പക്ഷേ പിരിച്ചുവിട്ട ലിബറലുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മൈത്രേയൻ. കുടുംബം പിരിച്ചുവിട്ട ആൾ, അത് വേറെ തന്നെ വിശകലനം ചെയ്യേണ്ടതാണ്. കുടുംബം പിരിച്ചുവിട്ട് അത് സന്ദർഭം ഉണ്ടെങ്കിൽ സൂചിപ്പിക്കാം. ഈ കുടുംബം പിരിച്ചുവിടുന്ന പരിപാടി അല്ല, മനുഷ്യനാക്കുന്നത് കുടുംബം പിരിച്ചുവിടുമ്പോഴല്ല. ഇര തേടാൻ പ്രായമായാലും യഥാർത്ഥത്തിൽ എന്താകുന്നു? അങ്ങനെയാണ് അത് കുടുംബം നിലനിൽക്കുന്നതിൻ്റെ കാരണം അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ഒരു പൂവൻ കോഴിക്ക് അതിൻ്റെ അമ്മക്കോഴി വെറും ഒരു കോഴി മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൊന്ത് പ്രസവിച്ച ഉമ്മ കാഴ്ചയിലൊരു സ്ത്രീ മാത്രമാണ്, അല്ലേ? കാഴ്ചയിലൊരു സ്ത്രീ മാത്രമാണ്. അതേസമയത്ത് യഥാർത്ഥത്തിൽ ശരിയായ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീ മാത്രമാണോ? അല്ല, അത് എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ അതെൻ്റെ ഉമ്മയാണ്. ഇതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഈ കാഴ്ചപ്പാടില്ലെങ്കിൽ, കാഴ്ചയിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ സംഭവിക്കുക എന്തായിരിക്കും? ലൈംഗികമായ വീഴ്ചയ്ക്ക് മാതാവും എന്തല്ല, തടസ്സമല്ല. ലിബറലുകൾ പറയുന്നത് കൺസെൻ്റ് ഉണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ അവരുമായിട്ടും എന്ത് ചെയ്യാം, ഇവിടേക്ക് എത്തി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം കൺസെൻ്റ് ഉണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ അതുമാകാം എന്നുള്ളിടത്തേക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മൃഗതലത്തിലേക്ക് മനുഷ്യനെ എന്ത് ചെയ്യാണ്, അങ്ങനെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം എന്താണ്? കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ
പഠിപ്പിക്കുമ്പോൾ ഇവിടെ സദാചാരം, ധാർമ്മികത അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പറയാലോ ഉമ്മ-പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റാത്ത അധമ സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. അപ്പം ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം, ഇതാണ് ഇതിൻ്റെ അന്തരീക്ഷം, സാഹചര്യം ഇതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പുരോഗമന കാഴ്ചപ്പാടുകളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതിലൂടെ സംഭവിക്കുക എന്താണ്? മനുഷ്യനാണ് ഇല്ലാതാവുന്നത്. അത് തകരുന്നതോടുകൂടി പിന്നെ മനുഷ്യൻ തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാതാവുക. കാരണം ഈ മാനുഷികമായ മൂല്യങ്ങളെല്ലാം മുളപൊട്ടുന്നത് ശരിക്കും കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെയുണ്ടല്ലോ. അതായത് സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അല്ലെ കാരുണ്യത്തിൻ്റെ, പങ്കുവെപ്പിൻ്റെ, ഇങ്ങനെ തുടങ്ങി ഓരോന്നും രൂപപ്പെട്ട് വരുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് ഇല്ലാതായാൽ പിന്നെ ഇതെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം എപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് കുടുംബത്തിൻ്റെ എഞ്ചിനീയർ നിശ്ചയിച്ച് തന്ന ചില വ്യവസ്ഥകളുണ്ട്. ഇതെവിടെ തെറ്റിക്കുന്നു അവിടെയൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങൾ മനുഷ്യൻ അഭിമുഖീകരിക്കും. അതിന് പിന്നെ വേറൊരു സമര പരിപാടികളിലൂടെയും പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കുടുംബം രൂപപ്പെട്ട് വരേണ്ടത് എന്തിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം നേരത്തെ എന്തിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിവാഹത്തിലൂടെ. ഇങ്ങനെയാണ് അത് രൂപപ്പെട്ട് വരേണ്ടത്. വിവാഹമാണ് അതിൻ്റെ, അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലൂടെ അല്ലാതെയും ഉണ്ടാകാം, വ്യഭിചാരത്തിലൂടെയും എന്താകാം. പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടായിരിക്കും? വിവാഹത്തിലൂടെയും വ്യഭിചാരത്തിലൂടെയും കുടുംബത്തെ രൂപപ്പെടുത്താം. പക്ഷേ ഇത് രണ്ടും സൃഷ്ടിക്കുന്ന പ്രശ്നം ഗുരുതരമായിരിക്കും. എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലൂടെ ആകുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത മക്കൾ, അങ്ങനെയുണ്ടല്ലോ, പിതാവില്ലാത്ത മക്കൾ, അത് സൃഷ്ടിക്കുന്ന പ്രശ്നം അത് വേറെ തന്നെ നമ്മളിങ്ങനെ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ ഒരു ലോകത്ത്, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തൊക്കെ ഇത് സൃഷ്ടിച്ച ദുരന്തം. അതുകൊണ്ടാണ് ഈ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ നിലനിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തൊരു അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മക്കൾക്ക് അച്ഛനാരെന്ന്, പിതാവാരാണെന്ന് അറിയാത്ത, അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു സ്വഭാവത്തിലേക്ക് ഇത് ഈ കുടുംബം തകരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഈ വിവാഹം ഒക്കെ ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ അതിന് അനന്തരഫലം എന്താണ്? അനന്തരഫലം ഏകാന്ത ജീവിതം സൃഷ്ടിക്കുന്ന ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ആത്മഹത്യ. ഇന്നിപ്പോൾ ഈ ജപ്പാൻ, ഫ്രാൻസ് പോലെയുള്ള വികസിതമായ രാജ്യങ്ങളിലൊക്കെ ഈ നമുക്ക് നെറ്റിലടിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. ചില രാജ്യങ്ങളിലൊക്കെ മന്ത്രിസഭയിൽ തന്നെ മന്ത്രിമാരുണ്ട്, പ്രത്യേകമായ മന്ത്രിമാർ തന്നെ ഏകാന്തത വിഷയം പരിഹരിക്കാൻ, അല്ലേ? മിനിസ്റ്റർ ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്ന ഏകാന്തതാ മന്ത്രി ഒരു വകുപ്പുണ്ട്. എന്താ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉണ്ടല്ലോ കുട്ടികളെ, ഇവരെ കൗൺസിലിംഗ് നടത്തിയിട്ട് അവർക്ക് ആത്മവിശ്വാസം നൽകി അവരെ ആത്മഹത്യയിൽ നിന്ന്, കാരണം ഇന്ന് ആത്മഹത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു വലിയ വിഷയമാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം കൂടിയാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ അതിൻ്റെ ദുരന്തം അതൊരുപാട് വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ മറുഭാഗത്ത് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം രൂപപ്പെടേണ്ടത് എന്ന് വെച്ചാൽ വിവാഹത്തിലൂടെയാണ്. ആ വിവാഹം രൂപപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ കാഴ്ചപ്പാടിലൂടെയാണ്. ഈ പ്രേമവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമവിവാഹങ്ങൾ ഇസ്ലാം അതിന് എന്ത് ചെയ്യുന്നില്ല. അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചു, അത് കാഴ്ചയിലൂടെയാണ് പ്രേമവിവാഹം ഉണ്ടാകുന്നത്, കാഴ്ചപ്പാടിലൂടെയല്ല. അതിൻ്റെ പ്രശ്നമാണ് അത് അനുഭവിക്കുക. കാരണം കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ അടിസ്ഥാനം കാമമാണ്, അല്ലെ? കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന കാമം അതാണ് അതിൻ്റെ പ്രേരണ. അത് യഥാർത്ഥത്തിൽ ഇതിലേക്ക് നയിക്കുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തുണ്ടാവുന്നില്ല, അത് നിലനിൽക്കാൻ പലപ്പോഴും അത് പരാജയപ്പെടുന്ന പല കാരണങ്ങളിൽ ഒന്ന് അതിന് കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്നതനുസരിച്ച് വിവാഹം അങ്ങനെയുള്ള ഒരു കാഴ്ചയിലൂടെ രൂപപ്പെടേണ്ടതല്ലത്, അതൊരു കാഴ്ചപ്പാട്, ശരിയായ കാഴ്ചപ്പാട്. അതനുസരിച്ച് എന്ത് വേണം? വിവാഹം കഴിക്കുമ്പോൾ ഇണകൾ ആവേണ്ടവർ ഈ വിഷയത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കണം. അപ്പോഴാണ് അത് കെട്ടുറപ്പുള്ള കുടുംബമായിട്ട് വരിക. അല്ലെങ്കിൽ അതെന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരാജയത്തിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ഈ വ്യവസ്ഥ വയ്ക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അല്ല, അത് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്താൽ നമുക്കത് മനസ്സിലാവും അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഈ ലിബറൽ പുരോഗമന കാഴ്ചപ്പാടുകളൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചൊരു കാര്യമുണ്ട്. ആ പറഞ്ഞു പറ്റിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം തന്നെ അട്ടിമറിച്ചു. എന്താണ് സങ്കല്പം? ലിബറൽ കാഴ്ചപ്പാടിൻ്റെ സങ്കല്പം അനുസരിച്ച് സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുടുംബമാണ്? സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുടുംബമാണ്? ചെറിയ കുടുംബമാണ് സന്തുഷ്ട കുടുംബം. അപ്പം നമുക്ക് കേട്ടാൽ തോന്നാവും നല്ലൊരു ഇതാണ്. ഇത് തന്നെയാണ്, അല്ല, ആളുകളൊക്കെ അത് തന്നെയാണ് ഇത് ഫോളോ ചെയ്ത് വന്നത്. മാത്രമല്ല ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് നാം 2 നമുക്ക് 2 എന്നായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? വീണ്ടും അതിനെ ഒന്നുകൂടി ചെറുതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നാം 2 നമുക്ക് 1 എന്നാക്കി മാറ്റി. അങ്ങനെ ഇങ്ങോട്ട് ചെറുതാക്കി കുടുംബത്തെ. പക്ഷേ ഈ കുടുംബത്തെ അങ്ങോട്ട് ചെറുതാക്കി നമ്മളും വിചാരിച്ചു മുസ്ലിം സമൂഹത്തിൽ ഒരു പരിധി വരെ ഇതിൽ പെട്ടുപോകാതിരുന്നൊരു സമൂഹമാണ് ആര്. പക്ഷെ ഇപ്പോൾ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
പക്ഷെ അതുണ്ടാക്കിയ ദുരന്തം എന്താണ്? ഇന്ന് ലോക സമൂഹം തന്നെ യഥാർത്ഥത്തിൽ ജനസംഖ്യ നയം വരെ തിരുത്തുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ. കാരണം അതുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ചൈന അടക്കം ജനസംഖ്യാ നയം തിരുത്തി. ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് സർവ്വലോക തൊഴിലാളികളെ നിങ്ങൾ സംഘടിക്കുവാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന്. പക്ഷേ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ അവർ ഒരു ആഹ്വാനമായിക്കൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതികളോട് പറയുകയാണെന്ത്, നിങ്ങൾ പ്രസവിക്കുവിൻ എന്നാണ്. കാരണം എന്താ? ആൾ വിഭവമില്ലാതാകുന്നു. ഇന്ന് പാശ്ചാത്യ ലോകത്തിൻ്റെയൊക്കെ പ്രശ്നം എന്താ? വിഭവങ്ങളില്ല, ആൾ വിഭവങ്ങളില്ല. അങ്ങനെ ഉണ്ടല്ലോ, ആൾ വിഭവങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, ചില ക്രൈസ്തവ സഭകളൊക്കെ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പാരിതോഷികം നൽകുന്നു. ഇതുണ്ടാക്കുന്ന വേറെ പ്രശ്നങ്ങൾ എന്താണ്? ആ വേറെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കുറച്ച് മുമ്പ് നിങ്ങൾ യൂട്യൂബിൽ കണ്ട ഒരു സംഭവം ഉണ്ടായിരിക്കും. ഒരു മകൻ അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തിരിച്ചു വരിക. അപ്പോൾ ആ അച്ഛൻ്റെ മുഖഭാവങ്ങളൊക്കെ അതിലിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം വൃദ്ധസദനത്തിലാക്കി പോരുകയാണല്ലോ. അപ്പം ഉണ്ടാകുന്നൊരു അവസ്ഥ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അതിൻ്റെ താഴെ ധാരാളം ആളുകൾ ഇങ്ങനെ ഈ മകനെ ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാരണം ഒരു വൃദ്ധസദനത്തിലാക്കി ഇങ്ങനെ പോരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ട് ഈ വല്ലാത്ത പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ, ഇടപെടലുകളൊക്കെ വന്നപ്പോൾ, ആ വൃദ്ധസദനത്തിൻ്റെ അധികൃതർ തന്നെ എന്ത് ചെയ്തു? അതിലിടപെട്ടുകൊണ്ട് വിശദീകരണം കൊടുത്തു. വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ ഒരു മകനുള്ളൂ, അല്ലേ? ആകെ ഒരു മകനുള്ളൂ. അപ്പോൾ ഈ മകൻ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ വേറെ ആരും എന്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇടം വേണം. അതിന് വൃദ്ധസദനത്തെ ആശ്രയിക്കല്ലാതെ വേറൊരു വഴിയില്ല. നിസ്സഹായാവസ്ഥ കൊണ്ട് സംഭവിച്ചതാണ്. ചിലതൊക്കെ നിസ്സഹായാവസ്ഥ കൊണ്ടാണെങ്കിൽ വേറെ ചില കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുമുണ്ട്. പക്ഷേ ഇവിടെ നിസ്സഹായാവസ്ഥയാണ്. ഇതിന് കാരണം എന്താ എന്ന് വെച്ചാൽ, ആ പിതാവ് അന്ന് വിചാരിച്ചു ചെറിയ കുടുംബമാണ് സന്തുഷ്ട കുടുംബം. അത് അങ്ങനെയാണല്ലോ. അതാണ് സുഖത്തിന്. ഇപ്പോൾ ആ സുഖം എന്തായി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പലരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്താ? വീട്ടിൽ യഥാർത്ഥത്തിൽ താങ്ങും തണലുമാകേണ്ട കുടുംബം യഥാർത്ഥത്തിൽ മരുഭൂമിയായി മാറിയ. ഇതിന് കാരണം എന്താ? കുടുംബത്തെ വെട്ടിച്ചെറുതാക്കിയപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുടെ എണ്ണം പറയുമ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് 7 മക്കളുണ്ട്. ഇപ്പോൾ ചില ആളുകളോടൊക്കെ 7 മക്കൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കും. 7 മക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് തോന്നും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും തോന്നും വലിക്കുമ്പോഴേ. പക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്? ആ പേടി ഹാർട്ടില്ലാത്തതിൻ്റെ പേടിയാണ്. ഏത് ലിബറലിസത്തിൽ ഹാർട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ എന്താണ്? ബുദ്ധി മാത്രമേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് യഥാർത്ഥത്തിൽ എന്തോ അവിടെ ഹാർട്ടിനൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് മനുഷ്യപ്പേടി അതിൻ്റെ അടിസ്ഥാനമാണ്. അങ്ങനെ ഈ മനുഷ്യപ്പേടി വരുമ്പോൾ പിന്നെ സംഭവിക്കുക പിന്നെ സംഭവിക്കുന്നത്, മനുഷ്യപ്പേടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യകാലത്തൊക്കെ മനുഷ്യനുമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ, മാനവികത, കുടുംബം, ബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ, ഇതിൽ നിന്നൊക്കെ അങ്ങോട്ട് മുക്തമായി മാറുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 മക്കളെ പെറ്റുപോറ്റാൻ ഒരു പ്രയാസവുമില്ലാത്ത ഒരു അമ്മയ്ക്ക് പ്രയാസമില്ലാത്തൊരു കാലമുണ്ടാകും. അതങ്ങോട്ട് മാറി പുരോഗമിച്ച് വരുമ്പോൾ 10 മക്കൾക്ക് ഒരു അമ്മയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക. ഇത് ഹാർട്ടില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഉദരത്തിൽ കൊണ്ട് നടന്ന ഉമ്മയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം എന്ന അധ്യാപനത്തിന് പിന്നെ എന്തില്ല? കാരണം ഹൃദയം ഇല്ലല്ലോ. ഹൃദയത്തിൽ താങ്ങാൻ ഹൃദയം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തലത്തിലേക്ക് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനല്ലാതാക്കി മാറ്റുക. എന്നിട്ടൊന്നും കുടുംബത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? മനുഷ്യനല്ലാതാക്കി മാറ്റിയിട്ടൊരു കുടുംബ നിർമ്മാണം ഇല്ല. അപ്പോൾ അത് സാധ്യമാകണമെങ്കിൽ ഈ കാഴ്ചപ്പാട് തിരുത്തണം. എന്നിട്ട് ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുന്ന ഈ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ തന്നെ പറ്റിച്ചതാണ്. ലോകവും ഇന്നിപ്പോൾ അതിൽ പെട്ടുപോയി എന്നതാണ് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്.